ഹായ് എവരി വൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷൻ ദ അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ കോഡിംഗ് ഇൻ്റർവ്യൂസ്, എങ്ങനെ കോഡിംഗ് ഇൻ്റർവ്യൂസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം എന്നായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ കാണുക. എൻ്റെ പേര് അമൽ റോയി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഹാവ് മോർ ദാൻ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ദ 3 circles ഓഫ് കോഡിംഗ് ഇൻ്റർവ്യൂസ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ്. കോഡിംഗ് ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോറിതംസും ആണ്. അതിനുശേഷം കോഡിംഗ് ഇൻ്റർവ്യൂ പാറ്റേൺസ് പഠിക്കുക. സിമിലർ ആയ പ്രോബ്ലംസിനെ ഗ്രൂപ്പ് ചെയ്ത് പാറ്റേൺസ് ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിലെ മിക്ക പ്ലേലിസ്റ്റും പാറ്റേൺസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് എഫക്റ്റീവായിട്ട് കോഡിംഗ് ഇൻ്റർവ്യൂ പാറ്റേൺസ് പഠിക്കാൻ സാധിക്കും. പിന്നെ കോമ്പൗണ്ട് അൽഗോറിതംസ്. നമ്മൾ ചില പ്രോബ്ലംസിൽ മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സും മൾട്ടിപ്പിൾ പാറ്റേൺസും യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കൈൻഡ് ഓഫ് അൽഗോറിതംസിനെയാണ് കോമ്പൗണ്ട് അൽഗോറിതംസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. കമ്മിങ് ടു 80-20 റൂൾ ഫോർ കോഡിംഗ് ഇൻ്റർവ്യൂസ്. 20% എഫേർട്ട് ഗിവ്സ് 80% ഓഫ് ദ റിസൾട്ട്. കോഡിംഗ് ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അറേസ് ആൻഡ് സ്ട്രിങ്സ്, റിക്കർഷൻ ആൻഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. മിക്ക കോഡിംഗ് ഇൻ്റർവ്യൂസിലും ഈ പറഞ്ഞ 3 ടോപ്പിക്സിൽ നിന്ന് ഏതെങ്കിലും 2 ടോപ്പിക്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്നുകിൽ അറേസ് ആൻഡ് റിക്കർഷൻ, അല്ലെങ്കിൽ സ്ട്രിങ്സ് ആൻഡ് ട്രീസ്, അല്ലെങ്കിൽ അറേസ് ആൻഡ് ഗ്രാഫ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു 2 ടോപ്പിക്കിൽ നിന്നായിരിക്കും മിക്ക ഇൻ്റർവ്യൂസിലും ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് തന്നെ ഈ 3 ടോപ്പിക്സും നല്ലപോലെ പഠിച്ചിരിക്കുക. കമ്മിങ് ടു കോഡിംഗ് ഇൻ്റർവ്യൂ പാറ്റേൺസ്. സ്ലൈഡിംഗ് വിൻഡോ, 2 pointers, ഫാസ്റ്റ് ആൻഡ് സ്ലോ പോയിന്റേഴ്സ്, ലൈൻ സ്വീപ്പ് ടെക്നിക്, സൈക്ലിക് സോർട്ട്, ഇങ്ങനെയുള്ള കോഡിംഗ് ഇൻ്റർവ്യൂ പാറ്റേൺസ് നല്ലപോലെ പഠിക്കുക. പലപ്പോഴും ഇതിലുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ്റർവ്യൂവിന് വരിക. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാറ്റേൺസ് എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് റെഫർ ചെയ്യാം. ഇനി റിക്കേഷൻ പഠിക്കുമ്പോൾ റിക്കേഷനിൽ മെയിൻലി 6 കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഒന്ന് ഐട്രേഷൻ. ഐട്രേഷനിൽ മെയിൻലി സംഭവിക്കുന്നത് അറേസ് അല്ലെങ്കിൽ സ്ട്രിങ്സ് പോലെയുള്ള പല ഡാറ്റ സ്ട്രക്ചേഴ്സും റിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ സബ് പ്രോബ്ലംസ്. റിക്കേഷൻ പ്രോബ്ലംസ് നമ്മൾ നോർമലി സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുക. പിന്നെ സെലക്ഷൻ പ്രോബ്ലംസിൻ്റെ കാറ്റഗറിയിൽ കോമ്പിനേഷൻ പ്രോബ്ലംസ് വരും. ഒന്നുകിൽ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കാം. ആ ഒരു കാറ്റഗറിയാണ് സെലക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓർഡറിങ്. നമ്മൾ പലപ്പോഴും അറേസ് ബേസ് ചെയ്തിട്ടുള്ള റിക്കേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിലോട്ടുള്ള എലമെൻസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഓർഡറിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ കോമ്പിനേഷൻ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ. മെർജ് സോർട്ട് ഡിവൈഡ് ആൻഡ് കോൺകറിന് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. മെർജ് സോർട്ടിൽ നമ്മൾ അറേയെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് സോർട്ട് ചെയ്യാൻ ശ്രമിക്കും. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിക്കുക. ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ വരുന്ന കുറേ പാറ്റേൺസ് ആണ് ഇതെല്ലാം. 0-1 നാപ്സാക്ക്, അൺബൗണ്ടഡ് നാപ്സാക്ക്, ഫിബൊനാച്ചി നമ്പേഴ്സ്, കട്ട്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ലോങ്സ്റ്റ് കോമൺ സബ്സീക്വൻസ്, എക്സെട്ര. ഇതുപോലെയുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് പഠിക്കുക. കമ്മിങ് ടു CTBPO മെത്തേഡ് ഫോർ അപ്രോച്ചിങ് കോഡിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് റിക്വയർമെൻറ്റ്സ് ക്ലാരിഫൈ ചെയ്യണം. എങ്ങനെ റിക്വയർമെൻറ്റ്സ് ക്ലാരിഫൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് പോസിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസസ്, ഇൻപുട്സും ഔട്ട്പുട്സും എഴുതുക. പിന്നെ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കൊടുക്കുക. മോസ്റ്റ്ലി അത് വേഴ്സ്റ്റ് സൊല്യൂഷൻ ആയിരിക്കാം. ആ വേഴ്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം പാറ്റേൺസ്, കോഡിംഗ് ഇൻ്റർവ്യൂ പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് ആ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൾട്ടിപ്പിൾ പാറ്റേൺസ് യൂസ് ചെയ്ത്
അതിൻ്റെ ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. CTPPO മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 2 പോയിന്റേഴ്സ് പ്ലേലിസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് റെഫർ ചെയ്യാം. അതിൽ ഞാൻ 2SEM ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മിങ് ടു ലോ ലെവൽ ഡിസൈൻ ഇൻ്റർവ്യൂസ്. പലപ്പോഴും കമ്പനീസ് ലോ ലെവൽ ഡിസൈൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസൈൻ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ഡിസൈൻ പാർക്കിംഗ് ലോട്ട്, ഡിസൈൻ മൂവി ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം, ഡിസൈൻ എലിവേറ്റർ, ഡിസൈൻ ATM. ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ലോ ലെവൽ ഡിസൈൻ ക്വസ്റ്റ്യൻസും ചില കമ്പനീസ് ചോദിക്കാറുണ്ട്. അന്നേരം ഈ ഒരു ഏരിയയും സ്ട്രോങ് ആക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമുക്ക് ലോ ലെവൽ ഡിസൈൻ ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യാം? മെയിൻലി ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഗാദർ ചെയ്യണം. ഇപ്പം ഒരു പാർക്കിംഗ് ലോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ഡിസൈൻ കാർ പാർക്കിംഗ് ലോട്ട്. അന്നേരം എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കോർ ക്ലാസ്സസും ഒബ്ജക്ട്സും ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ കാർ പാർക്കിംഗ് ലോട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാർക്കിംഗ് ലോട്ട്, പാർക്കിംഗ് ടിക്കറ്റ്, പിന്നെ കാറ്, ഇതൊക്കെ ആയിരിക്കാം അവിടെ വരുന്ന ക്ലാസ്സസും ഒബ്ജക്ട്സും. ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുക. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ ഇൻ്റർവ്യൂവറുടെ അടുത്തുനിന്ന് ക്ലാരിഫൈ ചെയ്ത ആ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഊപ്സ് പ്രിൻസിപ്പിൾസ്, എൻക്യാപ്സുലേഷനും അബ്സ്ട്രാക്ഷനും ഇൻഹെറിറ്റൻസും പോളിമോർഫിസവും ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന ആ സൊല്യൂഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഗുഡ് ടു നോ സോളിഡ് പ്രിൻസിപ്പിൾസും അറിഞ്ഞിരിക്കുക. കമ്മിങ് ടു ബിഹേവിയറൽ ഇൻ്റർവ്യൂസ്. പലപ്പോഴും കമ്പനീസ് ബിഹേവിയറൽ ഇൻ്റർവ്യൂ റൗണ്ട്സ് നടത്താറുണ്ട്. അന്നേരം വരുന്ന കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ടെൽ മീ അബൌട്ട് എ ടൈം യു ഹാഡ് എ കോൺഫ്ലിക്റ്റ് വിത്ത് എ co-worker or manager and how you approached it. Did you come across a scenario where deadline given to you for a project was earlier than expected? How did you deal with it and what was the result? Tell me about the most challenging project you ever worked on. Tell me about a time you stepped in to help a struggling teammate. ഇതുപോലെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സ്റ്റാർ ഫ്രെയിംവർക്കിൽ ഫസ്റ്റ് നിങ്ങളുണ്ടായിരുന്ന ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആ ടാസ്ക് സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ ടാസ്കിന് നിങ്ങളെടുത്ത ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും പറയുക. സിമിലർലി ഉള്ള മറ്റൊരു ഫ്രെയിംവർക്കാണ് SPSIL ഫ്രെയിംവർക്ക്. ഇതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ പ്രോബ്ലം മെൻഷൻ ചെയ്യും, പിന്നെ പ്രോബ്ലത്തിന് നിങ്ങൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ മെൻഷൻ ചെയ്യും, ആ സൊല്യൂഷൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് മെൻഷൻ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പഠിച്ച ലെസൺസ് എക്സ്പ്ലെയിൻ ചെയ്യും. ബിഹേവിയറൽ ഇൻ്റർവ്യൂസിൻ്റെ മാക്സിമം ആൻസർ ടൈം 2-3 മിനിറ്റ്സ് ആണ്. ഈ ഒരു റൗണ്ടിൽ I യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് V. നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കമ്മിങ് ടു ലീഡ് കോഡ്. ഞാൻ ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമാണ് ലീഡ് കോഡ്. എന്തുകൊണ്ടാണ് ലീഡ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ലീഡ് കോഡിലുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ വേരിയൻ്റ് ആയിരിക്കും ഇൻ്റർവ്യൂവിൽ നമ്മളോട് ചോദിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോബ്ലംസ് 200+ പ്രോബ്ലംസ് ആണ്. റെക്കമെൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് C++, ജാവ ഓർ പൈത്തൺ. ക്ലീൻ കോഡ് എഴുതാൻ ശ്രമിക്കുക. പ്രോപ്പറായ വേരിയബിൾ നെയിമിങ്സും ഫംഗ്ഷൻ നെയിമിങ്സും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹെൽപ്പർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. മുഴുവൻ കോഡും ഒറ്റയൊരു ഫംഗ്ഷനിൽ എഴുതാണ്ട് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ലീഡ് കോഡിൽ നിന്ന് സോൾവ് ചെയ്യാൻ. ആൽഗോസെയിലിൻ്റെ പ്ലേസ്മെൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ മിക്ക കമ്പനീസും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്ലേസ്മെൻറ്റ് ഷീറ്റിൽ കവർ ചെയ്തിട്ട് ഉള്ളത്. ടിപ്സ് ടു ഗെറ്റ് ബെറ്റർ. നമ്മൾ പലപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയില്ലെന്ന് വരാം. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് അബ്സോൾവിംഗ് ആണ്. നമ്മൾ ലീഡ് കോഡിലുള്ള മോസ്റ്റ് വോട്ടഡ് സെഷൻ എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ആ സൊല്യൂഷൻ റീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്വയം കോഡ് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ ജിഗ്സ് ഫോർ ജിഗ്സും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്പേസ്ഡ് റിപ്പറ്റീഷൻ, നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും അത് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് കംഫർട്ടബിൾ ആവും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡ്രൈ റൺ ദ കോഡ് ആൻഡ് സബ്മിറ്റ് കോഡ് വൺസ്. പലപ്പോഴും ലീഡ് കോഡിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കോഡ് എഴുതിയതിനു ശേഷം എപ്പോഴും റൺ എന്ന് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പകരം കോഡ് എഴുതിയതിനു ശേഷം മനസ്സിൽ പല ഇൻപുട്സിനും ആ കോഡ് വർക്ക് ആവുമെന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് മനസ്സിൽ ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. സ്പീക്ക് വൈൽ പ്രാക്ടീസിങ് ആൻഡ് പ്രാക്ടീസ് പ്രോബ്ലം ബൈ ഹാൻഡ്. നമ്മൾ കോഡിംഗ് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രോബ്ലത്തെ ഹാൻഡ് ഉപയോഗിച്ചും പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കോഡിംഗ് ഇൻ്റർവ്യൂസിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടാറില്ല. നമ്മുടെ മിക്ക കോഡിംഗ് ഇൻ്റർവ്യൂസും ഗൂഗിൾ ഡോക്സിലായിരിക്കും നടക്കുക. അന്നേരം നമുക്കൊരു ഐഡിയ ഇല്ല. ആ ഒരു പോയിന്റിൽ നമ്മുടെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ആഫ്റ്റർ ഈച്ച് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ വാട്ട് യു കുഡ് ഹാവ് ഡൺ ടു മേക്ക് ദ പ്രോബ്ലം സോൾവിങ് ഈസിയർ. കമ്മിങ് ടു ഇൻ്റർവ്യൂ ഇവാലുവേഷൻ. കോഡിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ കോഡിൻ്റെ ക്വാളിറ്റി ഇൻ്റർവ്യൂവർ അസസ് ചെയ്യും. നിങ്ങൾ എഡ്ജ് കേസസും ബൗണ്ടറി കേസസും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. നിങ്ങൾ കോഡ് ഡ്രൈ റൺ ചെയ്ത് നോക്കിയോ എന്നും ശ്രദ്ധിക്കും. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തതിനുള്ള കാരണം പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോ എന്ന് നോക്കും. പിന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ അപ്രോച്ചസ് ആ പ്രോബ്ലത്തിന് കൊടുത്തോ. പിന്നെ ടൈമും സ്പേസ് കോംപ്ലക്സിറ്റീസും നിങ്ങൾ അനലൈസ് ചെയ്തോ. ഹൗ ലോങ് ഡിഡ് യു ടേക്ക് ടു റീച്ച് ഒപ്റ്റിമൽ സൊല്യൂഷൻ. നിങ്ങൾ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ എത്താനായിട്ട് എത്ര സമയം എടുത്തു. നിങ്ങൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂവറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കമ്മിങ് ടു ഓഫ് ക്യാമ്പസ് ഓപ്പർച്യൂണിറ്റീസ്. സ്ട്രട്സ് കേരള, എയിംകാറ്റ്, കോക്യൂബ്സ്, എലിൻമസ് ടെസ്റ്റ്, ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, കരിയർ പേജസ്, ടെലിഗ്രാം ഗ്രൂപ്പ്സ്, നോക്രി, കട്ട്ഷോട്ട്.io, ഇൻസ്റ്റാ ഹയർ, ഇൻഡീഡ്, angel.com ഇതുപോലെയുള്ള ഒട്ടനവധി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റോൾസിന് അപ്ലൈ ചെയ്യാം. ഞാൻ മെയിൻലി സജസ്റ്റ് ചെയ്യുന്ന 3 പ്ലാറ്റ്ഫോംസ് ആണ് angel.co, കട്ട്ഷോട്ട്.io, ഇൻസ്റ്റാ ഹയർ. വേസ് ടു ഗെറ്റ് അൺസ്റ്റക്ക് ഡ്യൂറിങ് ഇൻ്റർവ്യൂസ്. മുഴുവനായിട്ട് പ്രോബ്ലത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് ത്രൂ പ്രോബ്ലം ബൈ ഹാൻഡ്. ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുക. പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ ഇൻ്റർവ്യൂവറിന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായിട്ടുള്ളത്. പേ അറ്റൻഷൻ ടു യുവർ ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിൻസോ ക്ലൂസോ തരാൻ ശ്രമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവറിന് അറ്റൻഷൻ കൊടുക്കുക. ഒരു രക്ഷയും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹിൻറ്റിന് വേണ്ടി ചോദിക്കുക. ഇമ്പോർട്ടൻറ്റ് DBMS ക്വസ്റ്റ്യൻസ്. പലപ്പോഴും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് ചോദിക്കാറുണ്ട്. റിലേഷണൽ കൺസ്ട്രെയിൻസ് ലൈക്ക് ഡൊമൈൻ കീ, എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി, difference between truncate and delete, types of joins, asset properties, lost, update and dirty read, types of normalization, insert, delete and update anomalies, SQL queries, SQL versus NoSQL ഇതുപോലെയുള്ള പല കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അന്നേരം വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കി പ്രിപ്പയർ ചെയ്യുക. CS ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്. ഊപ്സ് കൺസെപ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓവർ റൈഡിങ്, കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ, പിന്നെ ബിഗ് ഡാറ്റ, AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ് ഇതൊക്കെ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്വസ്റ്റ്യൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ത്രെഡ് ആൻഡ് പ്രോസസ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെമാഫോർ ആൻഡ് മ്യൂടെക്സ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ, ക്രിട്ടിക്കൽ സെഷൻ, ഡെഡ്ലോക്ക് ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും
ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഒരു ഫ്രഷർ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇൻ്റർവ്യൂവേഴ്സ് സ്റ്റുഡൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പലപ്പോഴും ഇൻ്റർവ്യൂസിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ചോദ്യമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അന്നേരം പലപ്പോഴും കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂമിലുള്ള എല്ലാ കാര്യങ്ങളും അതേ ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് റെസ്യൂമെ ബൈഹാർട്ട് ചെയ്തിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക. റെസ്യൂമിൽ എന്തെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. Explain why you are excited to be considered for the role and why you are the best candidate for it, and match your answer to the job description. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റോളിന് എക്സൈറ്റഡ് ആണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റോളിന് പെർഫെക്റ്റ് ഫിറ്റ്, ഇത് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ 1 or 2 മേജർ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഇൻ്റർവ്യൂവറിന് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് നിങ്ങളുടെ റെസ്യൂമിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുക. നിങ്ങൾ പറയുന്ന ആൻസർ എൻഡ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുക. എക്സ്പ്ലെയിൻ വൈ ദ റോൾ ഇൻട്രസ്റ്റ് യു. ഹൗ ടു പ്രസൻറ്റ് യുവർ വർക്ക്. നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് അല്ലെങ്കിൽ വർക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്ത ആ ഫീച്ചർ റൈറ്റ് ഡൗൺ ചെയ്യുക. റൈറ്റ് ഡൗൺ തിങ്സ് യു ട്രൈഡ് ആൻഡ് ഫെയിൽഡ്, 3 to 5 തിങ്സ്. റൈറ്റ് ഡൗൺ തിങ്സ് ദാറ്റ് എൻഡഡ് അപ്പ് വർക്കിംഗ്. നിങ്ങൾ ചെയ്ത ആ പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് കാര്യം മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ആ പ്രൊജക്റ്റിൻ്റെ ഐഡിയ എവിടെ നിന്ന് വന്നു എന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾ പ്രസൻ്റ്ലി എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ മോസ്റ്റ് റീസെൻറ്റ് ഇൻസൈറ്റ് ഇൻ്റർവ്യൂറുമായിട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു ഡെവലപ്പർ ടെയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് വിത്ത് എ പഞ്ച് ലൈൻ ആൻഡ് ടോക്ക് ബാക്ക്വേർഡ്സ്. ഹൗ ടു പ്രിപ്പയർ ഫോർ ഓൺ ക്യാമ്പസ് ആൻഡ് ഓഫ് ക്യാമ്പസ് ഇൻ്റർവ്യൂസ്. ബിക്കം സ്ട്രോങ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കി വെക്കുക. ഡു പ്രൊജക്ട്സ് ഓൺ ടെക്നോളജീസ് ദാറ്റ് കമ്പനി ഈസ് ഹയറിംഗ് ഫോർ. Have strong understanding of the projects that you have done and be very good with basics of technology you used in the project. നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ക്ലിയർലി മെൻഷൻ ചെയ്യുക. കമ്പനീസിന് വേണ്ട കൈൻഡ് ഓഫ് പ്രൊജക്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രൊജക്റ്റിനെ കുറിച്ച് പൂർണ്ണമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ആ പ്രൊജക്ട്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസും നല്ല സ്ട്രോങ് ആയിരിക്കണം. ബി സ്ട്രോങ് ഓൺ ഡാറ്റാബേസ് ഫണ്ടമെൻറ്റൽസ്. പിന്നെ ഒരു ജനറിക് പ്രൊഫൈൽ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കമ്പനീസിനും മൾട്ടിപ്പിൾ റോൾസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. താങ്ക് യു എവരിവൺ.